വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു അടിപൊളി ഫ്രൈഡ് ടിക്ക ബർഗർ റെസിപ്പിയാണ്. ഓവണൊന്നും യൂസ് ചെയ്യാണ്ട് ആർക്കും വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി. എല്ലാവർക്കും കഴിച്ചാൽ ഇഷ്ടാവുന്ന കൂടാണ്. നല്ല ടമ്മി ഫില്ലിംഗ് സ്നാക്ക്. ഔട്ടർ പാർട്ട് നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ബൺ ടെക്സ്ചറും ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ ഡോ വെച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് മൈദ, ഒരു കപ്പ് ആട്ടയിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ബന്നിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അറബിക് മസാല കൂടി ചേർക്കാം. ഇത് ഓപ്ഷനാണ്. തന്തൂരി മസാല പൗഡർ ഉണ്ടെങ്കിൽ അതും നല്ല ഫ്ലേവറാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. ഹോം മെയ്ഡ് അറബിക് മസാല പൗഡർ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 3/4 കപ്പ് പാല് കുറച്ചായിട്ട് ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കാം. അപ്പോൾ ഡോ ഇവിടെ റെഡിയായി. ഇനി ഇത് 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഫില്ലിങ്ങിന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ബീഫ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 250 ഗ്രാം ബോൺലെസ് ബീഫ് ജസ്റ്റ് ഉപ്പും പെപ്പറും ഇട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഓയിലിൽ ജസ്റ്റ് സോട്ട് ചെയ്ത ശേഷം 1 ടീസ്പൂൺ അറബിക് മസാല പൗഡർ ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം. അറബിക് മസാല പൗഡറിൽ എല്ലാ സ്പൈസ് ഫ്ലേവേഴ്സും ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇത് പാനിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം ഓയിലിലേക്ക് 2 ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി കുറച്ചൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് മിക്സ് ചെയ്താൽ നേരത്തെ ബീഫ് കുക്ക് ചെയ്തപ്പോൾ വന്ന് സ്റ്റോക്ക് ഒഴിച്ച് വറ്റിച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് ബീഫ് ചെറിയ പീസായിട്ട് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്നും ഇട്ട് ഓവർ പൾസ് ചെയ്യണ്ട, ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ട് പീസാക്കി എടുത്താൽ മതി. ഇതും കൂടി മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ടാൽ ഫില്ലിംഗ് റെഡിയായി. ഇനി അസംബിൾ ചെയ്യുമ്പോൾ ബണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ടിക്ക മയോണൈസ് റെഡിയാക്കാം. അതിനൊരു ബൗളിൽ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെപ്പറും ഇട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് ടിക്ക മസാല പൗഡർ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ അളവിലെടുത്താക്കി സ്റ്റോർ ചെയ്യാം, പക്ഷെ ഞാൻ ഇന്നത്തേക്കുള്ള ആവശ്യത്തിന് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു മിക്സറിലേക്ക് 1 മുട്ടൻ്റെ വെള്ള, 2 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ വിനിഗർ, ഉപ്പും ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം 1/2 കപ്പ് ഓയിൽ കൂടി വെച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്ക് മയോണൈസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ടിക്ക മസാല പൗഡറും 1 ടീസ്പൂൺ റോസ്റ്റഡ് വൈറ്റ് സെസമി സീഡ്സ് കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളടുത്ത് തഹീനി സോസ് ഉണ്ടെങ്കിൽ സെസമി സീഡ്സിന് പകരം 1 ടീസ്പൂൺ തഹീനി ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ടിക്ക മയോണൈസും ഇവിടെ റെഡിയായി. അപ്പോഴത്തേക്ക് ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഇതുപോലെ ഈക്വൽ സൈസ് ബോൾസ് ആക്കി എടുത്തിട്ടുമുണ്ട്. ഓരോ ബോളും ഇതുപോലെ ബൺ ഷേപ്പിൽ സ്മൂത്ത് ആക്കി എടുക്കാം. ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മൈദ മിക്സ് റെഡിയാക്കി. അധികം ലൂസായി പോകരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഓരോ ബോളും മൈദ മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് ചൂടായി വന്ന ഓയിൽ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡോ പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ബൺ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാൻ, എന്നാലാണ് നല്ലൊരു നീറ്റിൽ കിട്ടുള്ളൂ. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമാണ് ഉൾഭാഗം നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഇത് ഫ്രൈ ആയി വരാൻ. ഒരു ഭാഗം കുക്കായി ഗോൾഡൻ കളർ ആകുമ്പോൾ ഫ്ലിപ്പ് ചെയ്ത് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. പൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇത് ഓയിലിനെടുത്ത് മാറ്റാം. തീരെ ഓയിൽ ഓടിക്കാത്തതുകൊണ്ട് ഫ്രൈ ചെയ്തെടുത്താൽ കാണാൻ തന്നെ നല്ല നീറ്റാണ്. ഇനി ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഔട്ടർ പാർട്ട് നല്ല ക്രിസ്പിയും ഉൾഭാഗം കറക്റ്റ് കുക്കായി സോഫ്റ്റ് ബന്ന് പോലെയാണുള്ളത്. ഇതിലേക്ക് ടിക്ക മയോണൈസ് സ്പ്രെഡ് ചെയ്ത് ഫില്ലിങ്ങും വെച്ച് വീണ്ടും സോസ് സ്പ്രെഡ് ചെയ്ത് ടോപ്പിംഗ് വെക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ബന്നും ജ്യൂസി ഫില്ലിങ്ങോട് കൂടിയുള്ള ഫ്രൈഡ് ടിക്ക ബർഗർ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായാലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഷെയർ ചെയ്യണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബിജു ഫഹീമ ഹിയർ. ടേക്ക് കെയർ. ബൈ ബൈ.